പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അങ്ങയുടെ വത്സല മണവാട്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയിൽ എഴുന്നള്ളി വന്ന് എല്ലാ വരങ്ങളും, എല്ലാ ദാനങ്ങളും, എല്ലാ ഫലങ്ങളും, എല്ലാ കൃപകളും ഞങ്ങളിൽ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ ഈശോ സ്വരമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവർ എൻ്റെ അരികിൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുലിഖിതങ്ങൾ പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ പുറപ്പെടും. ഈ ജീവജലം പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവെന്ന ജീവനദി ഒഴുകുന്ന ഉറവ ഈശോയുടെ തിരുഹൃദയമാണ്. യേശുവിൻ്റെ തിരുഹൃദയമാകുന്ന ഉറവയിൽ നിന്ന് പരിശുദ്ധാത്മാവെന്ന ജീവനദി ഒഴുകിയിറങ്ങട്ടെ. ആത്മാവിന് വേണ്ടി ദാഹിക്കാം, ആത്മാവിന് വേണ്ടി ആഗ്രഹിക്കാം. പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് പെയ്തിറങ്ങട്ടെ, പെയ്തിറങ്ങട്ടെ, പെയ്തിറങ്ങട്ടെ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവേ തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഭിഷേകം ചെയ്യണേ. അഗ്നിയാൽ പരിശുദ്ധി നൽകണേ, പരിശുദ്ധി നൽകണേ. ആത്മാവാം ദൈവമേ വരണേ, ഓ പ്രിയ പരിശുദ്ധാത്മാവേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. എന്നിൽ വസിക്കാൻ വരണമേ. ആത്മാവാം ദൈവമേ വരണേ, പരിശുദ്ധാത്മാവേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഇസ്രായേലിൻ്റെ പ്രകാശം അഗ്നിയായും അവിടുത്തെ പരിശുദ്ധനൊരു ജ്വാലയായും മാറും. അത് ജ്വലിച്ച് ഒറ്റ ദിവസം കൊണ്ട് അവൻ്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, അഗ്നിമഴയായി ഞങ്ങളിലേക്ക് പെയ്തിറങ്ങണമേ. പരിശുദ്ധാത്മാവേ, അഗ്നിയായി ഞങ്ങളിൽ ഓരോരുത്തരിലും വന്ന് നിറയണമേ. പാപത്തിൻ്റെ മുള്ളുകളും തഴക്കദോഷത്തിൻ്റെ മുൾച്ചെടികളുമെല്ലാം ദഹിപ്പിച്ചു കളയുന്ന അഗ്നിയായ പരിശുദ്ധാത്മാവേ, പെയ്തിറങ്ങണമേ, പെയ്തിറങ്ങണമേ, പെയ്തിറങ്ങണമേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോ സൗഖ്യമായി നീ എന്നിൽ വരണേ. ആത്മാവേ, രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോ സൗഖ്യമായി നീ എന്നിൽ വരണേ. സൗഖ്യമായി നിറയണമേ. ആത്മാവാം ദൈവമേ വരണേ, ആത്മാവേ വരണമേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവേ, ആത്മാവാം ദൈവമേ വരണേ, നിറയണമേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. മരുന്നോ ലേപനമോ ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അവിടുത്തെ വചനമാണ് അവരെ സൗഖ്യമാക്കിയതെന്ന തിരുവചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾ ഓരോരുത്തരും സൗഖ്യം പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് പെയ്തിറങ്ങണമേ. ഞങ്ങളിൽ ഓരോരുത്തരിലേക്കും വന്ന് നിറയണമേ. അവിടുന്ന് വചനമയച്ചവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. ഈ തിരുവചനത്തിൻ്റെ ശക്തിയാൽ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ ദൈവമക്കളും സൗഖ്യം പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് പെയ്തിറങ്ങണമേ, പെയ്തിറങ്ങണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ ഓരോരുത്തരിലും
സൗഖ്യത്തിന്റെ ശക്തിയായി നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. ആത്മാവേ, ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോൾ ശക്തിയായി എന്നിൽ നിറഞ്ഞിടണേ. ശക്തിയായി നിറയണമേ. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോൾ ശക്തിയായി എന്നിൽ നിറഞ്ഞിടണേ. റൂഹായേ, ആത്മാവാം ദൈവമേ വരണേ. ആത്മാവേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. എൻ്റെ ഉള്ളിൽ വസിക്കണമേ. ആത്മാവാം ദൈവമേ വരണേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അരികിൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നരുളി ചെയ്ത കർത്താവേ, അധ്വാന ഭാരവുമായി ക്ലേശിക്കുന്ന എല്ലാ ദൈവമക്കളുടെയും മേൽ പരിശുദ്ധാത്മാവിനെ അയച്ച് ശക്തിപ്പെടുത്തണമേ. തളർച്ചയും ക്ഷീണവും ആലസ്യവുമെല്ലാം അകറ്റി ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ആരോഗ്യവും ഉണർവും നൽകി അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പാപത്താൽ ഞാൻ തകർന്നിടുമ്പോൾ രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ. റൂഹായേ, പാപത്താൽ ഞാൻ തകർന്നിടുമ്പോൾ രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ. കരം നീട്ടണമേ. ആത്മാവാം ദൈവമേ വരണേ. പരിശുദ്ധാത്മാവേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. എൻ്റെ ഉള്ളിൽ വസിക്കണമേ. ആത്മാവാം ദൈവമേ വരണേ. ആത്മാവേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പാപബോധം നൽകുന്ന പരിശുദ്ധാത്മാവേ, പശ്ചാത്താപം നൽകുന്ന പരിശുദ്ധാത്മാവേ, അനുതാപത്തിന്റെ ചൈതന്യം ഉജ്ജ്വലിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ക്രിസ്തുവിന്റെ സാക്ഷികളാക്കി ഞങ്ങളെ മാറ്റുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ ഓരോരുത്തരിലും വന്ന് നിറയണമേ, നിറയണമേ, നിറയണമേ. ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ കുറവുകളും ഓർത്ത് ആത്മാർത്ഥമായി അനുദപിക്കുവാൻ, പശ്ചാത്തപിക്കുവാൻ ഞങ്ങളിൽ വന്ന് നിറയണമേ, നിറയണമേ, നിറയണമേ. ഒരു തുറന്ന കുമ്പസാരത്തിനായി ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ. യേശുവിനെ അനുഗമിക്കുന്ന യഥാർത്ഥ ശിഷ്യരാക്കി ഞങ്ങളെ ഓരോരുത്തരെയും മാറ്റണമേ. ആത്മാവേ, ആത്മാവേ, ആത്മാവേ. പന്തക്കുസ്താനുഭവം തരണേ. പുതു സൃഷ്ടിയായി എന്നെ മാറ്റണേ. ആത്മാവേ, വരണമേ. പന്തക്കുസ്താനുഭവം തരണേ. ആത്മാവേ, പുതു സൃഷ്ടിയായി എന്നെ മാറ്റണേ. ആത്മാവാം ദൈവമേ വരണേ. വന്നു നിറയണമേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. എൻ്റെ ഉള്ളിൽ വസിക്കണമേ. ആത്മാവാം ദൈവമേ വരണേ. ഗുഹായേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പെന്തക്കുസ്താ തിരുനാൾ ദിനത്തിൽ പരിശുദ്ധ അമ്മയുടെ മേലും അപ്പസ്തോലന്മാരുടെ മേലും ശിഷ്യ സമൂഹത്തിൽ മുഴുവന്റെ മേലും പെയ്തിറങ്ങിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ ഓരോരുത്തരിലും വന്ന് നിറഞ്ഞ് ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ. വരങ്ങൾ, ദാനങ്ങൾ, ഫലങ്ങൾ, കൃപകളെല്ലാം ഞങ്ങളിൽ നിറയ്ക്കണമേ. ആത്മാവിന്റെ വലിയ അഭിഷേകത്താൽ, വലിയ കൃപയാൽ ഞങ്ങൾ ഓരോരുത്തരും പൂരിതരാകട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. വചനത്തിൻ ശക്തി എന്നിൽ നിറച്ച് വരങ്ങളാൽ നിറച്ചെന്നെ നയിക്കണമേ. വചനത്തിൻ ശക്തി എന്നിൽ നിറച്ച് വരങ്ങളാൽ
നിറച്ചെന്നെ നയിക്കൂ. വരങ്ങൾ നിറയ്ക്കണമേ. ആത്മാവാം ദൈവമേ വരണേ, ആത്മാവാം ദൈവമേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ, ഉള്ളിൽ വസിക്കാൻ വരണമേ. ആത്മാവാം ദൈവമേ വരണേ, പരിശുദ്ധാത്മാവേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. രണ്ട് കരങ്ങളും ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ നിറയണമേ 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 നിറയണമേ. വചനശക്തിയായി നിറയണമേ 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 നിറയണമേ. വചനത്തിന്റെ അഭിഷേകമായി നിറയണമേ നിറയണമേ നിറയണമേ. യേശുവിന്റെ സാക്ഷികളായി ഞങ്ങൾ ഓരോരുത്തരും മാറട്ടെ. കർത്താവിന്റെ ആത്മാവിന്റെ മേലുണ്ട്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേക ശക്തി നിറയ്ക്കണമേ നിറയ്ക്കണമേ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവ് പെയ്തിറങ്ങട്ടെ പെയ്തിറങ്ങട്ടെ പെയ്തിറങ്ങട്ടെ. പരിശുദ്ധ റൂഹ പെയ്തിറങ്ങട്ടെ പെയ്തിറങ്ങട്ടെ പെയ്തിറങ്ങട്ടെ. പരിശുദ്ധാത്മാവേ 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 പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, കത്തോലിക്ക തിരുസഭ എന്ന് പറയുന്നത് 3 സഭകളുടെ കൂട്ടായ്മയാണ് എന്ന് പറയാറുണ്ട്. ഏതൊക്കെയാണ് ഈ 3 സഭകൾ? വിജയ സഭ, സമര സഭ, സഹന സഭ. എന്താണ് വിജയ സഭ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്, ഉദ്ദേശിക്കുന്നത്? മരണം മൂലം നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോവുകയും സ്വർഗത്തിൽ എത്തിച്ചേരുകയും ചെയ്ത വിശുദ്ധരുടെ സമൂഹത്തെ വിളിക്കുന്ന പേരാണ് വിജയ സഭ. എന്തുകൊണ്ടാണ് നമ്മൾ അവരെ വിജയ സഭ എന്ന് വിളിക്കുന്നത്? അവർ ഏറ്റവും വലിയ പരീക്ഷ പാസ്സായവരാണ്. സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള എൻട്രൻസ് എക്സാം പാസ്സായതുകൊണ്ട് നമ്മൾ അവരെ വിജയസഭയിലെ അംഗങ്ങൾ എന്ന് വിളിക്കുന്നു. ഈ ഭൂമിയിലായിരുന്ന സമയത്ത് നമ്മൾ ഇന്ന് നേരിടുന്ന എല്ലാ പ്രയാസങ്ങളും, എല്ലാ പ്രലോഭനങ്ങളും, എല്ലാ പരീക്ഷണങ്ങളും വിശുദ്ധരും നേരിട്ടിട്ടുണ്ട്. എന്നാൽ കർത്താവിൽ ആശ്രയിച്ച് ദൈവകൃപ സ്വീകരിച്ച് പരീക്ഷണങ്ങളുടെ മേൽ, പൈശാചിക പ്രലോഭനങ്ങളുടെ മേൽ വിജയം നേടി അവർ സ്വർഗത്തിലെത്തി. അതുകൊണ്ട് നമ്മൾ അവരെ വിജയ സഭ എന്ന് വിളിക്കുന്നു. ഇനി രണ്ടാമത്തേത് സമരസഭയാണ്. എന്താണ് സമരസഭ? അല്ലെങ്കിൽ ആരാണ് സമരസഭയിലെ അംഗങ്ങൾ? അത് നമ്മളാണ്. ഈ ഭൂമിയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ, അല്ലെങ്കിൽ നമ്മളെ ഓരോരുത്തരെയും ചേർത്ത് വിളിക്കുന്നതാണ് സമരസഭ അല്ലെങ്കിൽ സമരസഭാംഗങ്ങൾ എന്ന്. എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു പേര് ലഭിച്ചിട്ടുള്ളത്? നമ്മൾ സമരത്തിലായതുകൊണ്ട്. ആരുമായിട്ടാണ് നമ്മുടെ സമരം, അല്ലെങ്കിൽ ആരുമായിട്ടാണ് നമ്മുടെ യുദ്ധം? 3 ശത്രുക്കൾ നമുക്കുണ്ട് എന്ന് തിരുസഭ പഠിപ്പിക്കുന്നു. ത്രിവിധ ശത്രുക്കൾ: ലോകം, ശരീരം, പിശാച്. ശരീരം, ലോകം, പിശാച്, ത്രിവിധ ശത്രുക്കൾ. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ തെറ്റിദ്ധാരണ ഉണ്ടായേക്കാം. ഈ ശരീരവും ലോകവും എങ്ങനെ നമ്മുടെ ശത്രുവാകുന്നു എന്ന ഒരു ന്യായമായ സംശയം. കാരണം ശരീരം സൃഷ്ടിച്ചത് ദൈവമാണ്, ലോകം സൃഷ്ടിച്ചതും ദൈവമാണ്. മാത്രമല്ല, നമ്മുടെ ശരീരങ്ങൾ ദൈവാത്മാവ് വസിക്കുന്ന ഭവനങ്ങളാണ്, ഗേഹങ്ങളാണ് എന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവാത്മാവ് വസിക്കുന്ന ആലയമായ ഈ ശരീരം എങ്ങനെ എൻ്റെ ശത്രുവായിട്ട് മാറും? അല്ലെങ്കിൽ ഭൂമി കർത്താവിൻ്റെ പാദപീഠമെന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നു. കർത്താവിനാൽ സൃഷ്ടിക്കപ്പെട്ട ഈ ലോകം എങ്ങനെ നമ്മുടെ ശത്രുവായിട്ട് മാറും? അതിൽ തന്നെ ശരീരവും ലോകവും നമ്മുടെ ശത്രുവല്ല. പിന്നെ ഏതർത്ഥത്തിലാണ് ശരീരത്തെയും ലോകത്തെയും ശത്രു എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്, അർത്ഥമാക്കുന്നത്? നമ്മുടെ ലക്ഷ്യമായ സ്വർഗത്തിൽ എത്തിച്ചേരാൻ തടസ്സമായി നിൽക്കുന്ന ശരീരത്തിൻ്റെ അധമ വാസനകളോടും ലോകമോഹങ്ങളോടും നമ്മൾ സമരം ചെയ്യേണ്ടതുണ്ട്. അത് മരണം വരെ നീങ്ങുന്ന, മരണം വരെ തുടരുന്ന ഒരു സമരമാണ്. ഈ അർത്ഥത്തിലാണ് ശരീരവും ലോകവും നമ്മുടെ ശത്രുവായിട്ട് മാറുന്നത്. അപ്പോൾ ശരീരത്തിൻ്റെ അധമവാസനകളോടും ലോകമോഹങ്ങളോടും പൈശാചിക പ്രലോഭനങ്ങളോടും നിരന്തര സമരത്തിലും നിരന്തര യുദ്ധത്തിലുമായതിനാൽ ഭൂമിയിലെ സഭയെ സമരസഭ എന്ന് വിശേഷിപ്പിക്കുന്നു. മൂന്നാമതായി സഹനസഭ. എന്താണ് സഹനസഭ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുക? അത് ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്ന ആത്മാക്കളുടെ സമൂഹമാണ്. പർഗേറ്ററി അഥവാ ശുദ്ധീകരണ സ്ഥലം അഥവാ ശുദ്ധീകരണ അവസ്ഥ. എന്തുകൊണ്ടാണ് നമ്മൾ ശുദ്ധീകരണാത്മാക്കളെ
സഹന സഭാംഗങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. അതിൻ്റെ കാരണം അവർ ഒത്തിരി സഹനത്തിലാണ്, ഒത്തിരി വേദനയിലൂടെ കടന്നു പോകുന്നവരാണ്. അപ്പം നമ്മളും ഒത്തിരിയേറെ സഹനത്തിലൂടെ കടന്നു പോകുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് നമ്മളെ സഹനസഭ എന്ന് വിളിക്കുന്നില്ല? ശുദ്ധീകരണാത്മാക്കൾ കടന്നു പോകുന്ന സഹനം അല്ലെങ്കിൽ വേദന, അത് നമ്മൾ ഈ ഭൂമിയിലുള്ള ഒരു സഹനത്തോടും തുലനം ചെയ്യാൻ പറ്റുന്നതോ താരതമ്യം ചെയ്യാൻ പറ്റുന്നതോ ഊഹിച്ച് സങ്കല്പിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതോ ആയ തരത്തിലുള്ള ഒരു സഹനമല്ല, ഒരു വേദനയല്ല. വിശുദ്ധ ഫൗസ്റ്റീന പുണ്യവതിയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, നരകത്തിലെ വേദന കഴിഞ്ഞാൽ ഏറ്റവും വലിയ വേദന, ഒരു ആത്മാവ് കടന്നു പോകേണ്ട ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് ശുദ്ധീകരണ ആത്മാക്കൾ അനുഭവിക്കുന്ന വേദനയാണ്, അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തെ വേദനയാണ് എന്ന്. നമുക്കത് ഭൂമിയിലുള്ള ഒന്നിനോടും കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ സങ്കല്പങ്ങൾക്കും ഊഹങ്ങൾക്കും ബുദ്ധിയുടെ പരിമിതികൾക്കുമൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു സഹനമായ വേദനയായി ശുദ്ധീകരണാത്മാക്കളുടെ വേദനയെ, സഹനത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും വലിയ സഹനത്തിലൂടെ അവർ കടന്നു പോകുന്നുവെന്ന് എങ്ങനെയാണ് അത്തരമൊരു നിഗമനത്തിൽ നമ്മൾ എത്തിച്ചേരുക? ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിലും സഭയുടെ പഠനങ്ങളുടെയും പ്രബോധനങ്ങളുടെയും വെളിച്ചത്തിലും അതുപോലെ തന്നെ ശുദ്ധീകരണാത്മാക്കളുമായി ബന്ധപ്പെട്ട, ശുദ്ധീകരണ സ്ഥലവുമായി ബന്ധപ്പെട്ട ദർശനങ്ങളും വെളിപ്പെടുത്തലുകളുമൊക്കെ ലഭിച്ചിട്ടുള്ള ചില വിശുദ്ധാത്മാക്കളുണ്ട്. അവരുടെ വെളിപ്പെടുത്തലുകളുടെ വെളിച്ചത്തിലും ശുദ്ധീകരണാത്മാക്കൾ കടന്നു പോകുന്ന സഹനം അത് വലിയ സഹനമാണ്, അത് തീവ്രമായൊരു വേദനയാണ് എന്ന ഒരു നിഗമനത്തിൽ നമ്മൾ എത്തിച്ചേരേണ്ടതായിട്ട് വരുന്നു. അങ്ങനെയുള്ള ഏതാനും ചില വിശുദ്ധരുടെ പേരുകൾ പറയുകയാണെങ്കിൽ വിശുദ്ധ ഫൗസ്റ്റീന പുണ്യവതി, വിശുദ്ധ ജത്രൂദ്, വിശുദ്ധ ഡോൺ ബോസ്കോ, വിശുദ്ധ പേദ്രെ പിയോ, വിശുദ്ധ ജോൺ മരിയ വിയാനി, ഇങ്ങനെ ചില വിശുദ്ധാത്മാക്കൾ. പിന്നെ നമ്മുടെ നാട്ടിലെ, നമ്മുടെ സഭയിലെ, ഭാരതസഭയിലെ വിശുദ്ധാത്മാക്കളായിരിക്കുന്ന വിശുദ്ധ ഉപ്രാസ്യാമ, വിശുദ്ധ മറിയന്ത്രേസ്യാമ, ഇവർക്കൊക്കെ ശുദ്ധീകരണ സ്ഥലവുമായി ബന്ധമുള്ള, ശുദ്ധീകരണാത്മാക്കളുമായി ബന്ധപ്പെട്ട ചില അനുഭവങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ അവർക്കുണ്ടായിട്ടുണ്ട്. അവരുടെ അടുത്ത് പ്രാർത്ഥനാ സഹായം ചോദിച്ച് ശുദ്ധീകരണാത്മാക്കൾ വന്ന അനുഭവങ്ങളൊക്കെ അവരുടെ ഡയറി കുറിപ്പുകളിൽ, അവരുടെ അനുഭവങ്ങളിൽ നമ്മൾ വായിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇതിലൂടെയൊക്കെ നമ്മൾ എത്തിച്ചേരുന്നൊരു നിഗമനമാണ് ശുദ്ധീകരണാത്മാക്കൾ കടന്നു പോകുന്ന വേദന, ശുദ്ധീകരണാത്മാക്കൾ കടന്നു പോകുന്ന സഹനം അത് വളരെ വളരെ തീവ്രമാണ്, നമ്മുടെ ഊഹങ്ങൾക്കും സങ്കല്പങ്ങൾക്കുമൊക്കെ അതീതമായി നിലകൊള്ളുന്ന ഒന്നാണ്. ഇത് അല്പമെങ്കിലും മനസ്സിലാക്കാൻ നമുക്ക് പറ്റൂ. എത്രത്തോളം അവർ വേദനിക്കുന്നു എന്ന കാര്യം അല്പമെങ്കിലും മനസ്സിലാക്കാൻ പറ്റൂ. ഒരുപക്ഷെ പ്രബോധനങ്ങളെക്കാൾ നമുക്ക് കാര്യം ഗ്രഹിക്കാൻ നമ്മളെ സഹായിക്കുക കഥകളായിരിക്കും. ഈശോ പോലും വലിയ ദൈവരാജ്യ രഹസ്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ കഥകൾ പറഞ്ഞിരുന്നതായി ബൈബിളിൽ നിന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഉപമകളിലൂടെയാണ് കർത്താവ് പഠിപ്പിച്ചത്. കഥയാണെങ്കിലും കഥയിലൂടെ വലിയ കാര്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു കുഞ്ഞു കഥ നമുക്കൊന്ന് കേൾക്കാം. ഇത് ഞാനുണ്ടാക്കി പറയുന്ന കഥയല്ല, ഭാരതസഭയിലെ വിശുദ്ധനായിരിക്കുന്ന വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് പിതാവ് പറയുന്ന കഥയാണ്. കഥ ഇങ്ങനെയാണ്: ഒരു വ്യക്തി രോഗശയ്യയിൽ കിടക്കുന്നു. കുറേ നാളുകളായി ഒത്തിരി വേദനയിലൂടെ അദ്ദേഹം കടന്നു പോകുന്നു. ശരീരത്തിൽ അസാമാന്യമായ അല്ലെങ്കിൽ സഹിക്കാൻ പറ്റാത്ത വലിയൊരു സഹനം, വേദന അദ്ദേഹം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്നാണ്. അപ്പോൾ അദ്ദേഹം കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത്, എൻ്റെ ജീവൻ എടുക്കാവോ? സൗഖ്യത്തിന് വേണ്ടിയിട്ടല്ല പ്രാർത്ഥിക്കുന്നത്, മരിച്ചാൽ മതി എന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. കാരണം അത്രയും വേദനയിലൂടെ അദ്ദേഹം കടന്നു പോകുന്നു. ഒരു ദിവസം ഒരു മാലാഖ അദ്ദേഹത്തിൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. മാലാഖ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, എന്തിനാ കുഞ്ഞെ ഇങ്ങനെ കരയുന്നത്? ഇയാൾ വലിയ വേദനയോടെ പറഞ്ഞു, ജീവിതം മടുത്തു, ഞാൻ ജീവിതം ഇനി തിരിച്ചു ചോദിക്കുന്നില്ല, അല്ലെങ്കിൽ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല, ഒറ്റ അപേക്ഷയേ ഉള്ളൂ, എൻ്റെ ജീവൻ ഒന്ന് എടുക്കാവൂ, എനിക്ക് മരിച്ചാൽ മതി. അപ്പോൾ മാലാഖ അദ്ദേഹത്തോട് പറയാണ്, മോനെ, ദൈവത്തിൻ്റെ ആഗ്രഹം നീ ഒരു 3 വർഷം കൂടെ ഈ ഒരു സഹനത്തിലൂടെ കടന്നു പോകണം എന്നാണ്. അതിൻ്റെ കാരണം നിൻ്റെ ജീവിതത്തിൽ കുറേ വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്, കുറേ പോരായ്മകൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്, അതിനുള്ള പരിഹാരം പൂർത്തിയായിട്ടില്ല. അപ്പോൾ പരിഹാരമൊക്കെ ഒന്ന് പൂർത്തിയാകുന്നതിന് വേണ്ടി ഒരു 3 വർഷം കൂടെ ഈ വേദനയിലൂടെ കടന്നു പോകണം, ഇതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. എങ്കിലും നീ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചതുകൊണ്ട്, നീ ഇത്രയൊക്കെ കർത്താവിനോട് അപേക്ഷിച്ചതുകൊണ്ടാണ് കർത്താവ് എന്നെ പറഞ്ഞു വിട്ടത്. നിൻ്റെ മുൻപിൽ ഒരു ചോയ്സ് ഉണ്ട്, വേണമെങ്കിൽ ഞാൻ നിൻ്റെ ജീവൻ ഇപ്പോൾ എടുക്കാം, പക്ഷേ ഇപ്പോൾ നീ മരിക്കുകയാണെങ്കിൽ നിൻ്റെ ആത്മാവ് 3 ദിവസം ശുദ്ധീകരണ സ്ഥലത്ത് ആയിരിക്കേണ്ടി വരും. നിൻ്റെ ആഗ്രഹം എന്താ? 3 വർഷം ഈ വേദനയിലൂടെ ഇതുപോലെ ഭൂമിയിൽ കടന്നു പോകണോ, അതോ 3 ദിവസം ശുദ്ധീകരണ സ്ഥലത്ത് സഹിക്കണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ 3 ദിവസം ശുദ്ധീകരണ സ്ഥലത്ത് കിടന്നോളാം. മാലാഖ പറഞ്ഞു, നല്ലപോലെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ അയാൾ പറഞ്ഞു, ഒന്നും ആലോചിക്കാനില്ല, 3 ദിവസം കഴിഞ്ഞാൽ എനിക്ക് ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് സ്വർഗ്ഗത്തിലേക്ക് പോകാമല്ലോ, അതുകൊണ്ട് ഞാൻ 3 ദിവസം ശുദ്ധീകരണ സ്ഥലത്ത് കിടന്നോളാം.
അവസാനം മാലാഖ സമ്മതിച്ചു. അങ്ങനെ ആ ആത്മാവിനെ മാലാഖ സ്വീകരിക്കുകയാണ്, അഥവാ ആ വ്യക്തി മരിക്കുകയാണ്. ഈ ആത്മാവിനെ മാലാഖ ശുദ്ധീകരണ അവസ്ഥയിലേക്ക് പ്രവേശിപ്പിക്കുന്നു. 3 ദിവസമെന്ന് പറഞ്ഞ് മാലാഖ അപ്രത്യക്ഷനായി. പക്ഷേ 3 ദിവസം കഴിഞ്ഞു, 3 ആഴ്ച കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു, 3 വർഷം കഴിഞ്ഞു, 30 വർഷങ്ങൾ ഏകദേശം കടന്നുപോയി. മാലാഖയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ഈ മനുഷ്യൻ സഹിക്കാൻ പറ്റാത്ത വേദനയിൽ അവിടെ കിടന്ന് കരയുന്നു, നിലവിളിക്കുന്നു. 30 വർഷങ്ങൾക്ക് ശേഷം മാലാഖ ഒരിക്കൽ കൂടെ ഒന്ന് പ്രത്യക്ഷനായി. എന്നിട്ട് ചോദിച്ചു, എന്തിനാ കുഞ്ഞെ നീ ഇങ്ങനെ കരയുന്നത്? അദ്ദേഹമാണെങ്കിൽ സങ്കടവും വിഷമവും വേദനയും ദേഷ്യവും സഹിക്കാൻ പറ്റാതെ മാലാഖയോട് തട്ടിക്കയറാണ്, പൊട്ടിത്തെറിക്കുകയാണ്. ഇത്രയും വലിയൊരു ചതി എന്നോട് ചെയ്യരുതായിരുന്നു. അപ്പോൾ മാലാഖ ചോദിച്ചു, ഞാൻ എന്ത് ചതിയാണ് ചെയ്തത്? അപ്പോൾ അയാൾ പറഞ്ഞു, 3 ദിവസമെന്ന് പറഞ്ഞ് എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ 30-ലധികം വർഷങ്ങൾ കടന്നുപോയി. ഞാൻ ഭൂമിയിലായിരുന്നെങ്കിൽ എത്ര പണ്ടേ സ്വർഗത്തിൽ എത്തിച്ചേരേണ്ടതാണ്. മാലാഖ പുഞ്ചിരിയോടെ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, മോനെ, നിന്നോട് ആരാ പറഞ്ഞേ 30 വർഷമായെന്ന്? നിന്നോട് ആരാ പറഞ്ഞേ 30 വർഷമായെന്ന്? നീ മരിച്ചിട്ട് 3 മണിക്കൂർ പോലും ആയിട്ടില്ല. നീ മരിച്ചിട്ട് 3 മണിക്കൂർ പോലും ആയിട്ടില്ല. എന്നിട്ട് എന്താണ് ഭൂമിയിൽ നടക്കുന്നതെന്ന് അദ്ദേഹത്തിനൊന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അദ്ദേഹം മരിച്ചു കിടക്കുന്നു. അദ്ദേഹത്തിന് വേണ്ട പ്രാർത്ഥനകളൊക്കെ നടത്തുന്നു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം സെമിത്തേരിയിലേക്ക് കൊണ്ടുപോയിട്ട് പോലുമില്ല. 3 മണിക്കൂറിനെ അദ്ദേഹത്തിന് 30 വർഷങ്ങളായിട്ട് അനുഭവപ്പെട്ടതായി ഈ കഥയിലൂടെ ചാവറപ്പിതാവ് നമ്മളോട് പറയാണ്. കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിന് പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഒന്നും ഈ കഥയ്ക്കില്ല. കഥയിലൂടെ വിശുദ്ധനായ ചാവറപ്പിതാവ് നമ്മളോട് പറഞ്ഞു തരാൻ ആഗ്രഹിച്ച കാര്യം, അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന കാര്യം, ശുദ്ധീകരണാത്മാക്കൾ കടന്നു പോകുന്ന സഹനം, ശുദ്ധീകരണാത്മാക്കൾ കടന്നു പോകുന്ന വേദന, അത് വളരെ വളരെ വലുതാണ്, അത് വളരെ കൂടുതലാണ്. സമയം മുന്നോട്ട് പോകാത്തതുപോലെ അനുഭവപ്പെടും വിധം അത്രയും തീവ്രമായൊരു വേദനയിലൂടെ, സഹനത്തിലൂടെ ശുദ്ധീകരണാത്മാക്കൾ കടന്നു പോകുന്നത്. അതാണ് 3 മണിക്കൂറിനെ 30-ലധികം വർഷം പോലെയൊക്കെ അനുഭവപ്പെട്ടു എന്ന് പറയുമ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ചു തരാൻ ഉദ്ദേശിക്കുന്ന ആശയം ഇതാണ്: അത്രയും തീവ്രമാണ്, അത്രയും വലുതാണ് ശുദ്ധീകരണാത്മാക്കൾ കടന്നു പോകുന്ന സഹനം എന്ന് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ, ആദ്യമേ പറയട്ടെ, ഇതൊരു കഥയാണ്. കഥയായിട്ട് കണ്ടാൽ മതി. എന്നിരുന്നാലും വലിയ ഒരു ആത്മീയ സത്യം നമുക്ക് മനസ്സിലാക്കിച്ച് തരാൻ ഈ കഥ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ ഇത് ഗൗരവത്തിലെടുത്താൽ, ഇതിനെ നമ്മൾ ഗൗരവത്തിലെടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഭയം തോന്നാം, പേടി തോന്നാം. ഇത് ഭയപ്പെടുത്താൻ വേണ്ടിയോ പേടിപ്പിക്കാൻ വേണ്ടിയോ ഒന്നും പറയുന്നതല്ല. നേരെ മറിച്ച് നമുക്കൊരു വലിയ ഉത്തരവാദിത്വം, വലിയൊരു കടമയുണ്ട്. എന്താണ് ഈ കടമ? എന്താണ് ഈ ഉത്തരവാദിത്വം? ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന ഒരു വലിയ കടമ. അതായത് ഏറ്റവും കൂടുതൽ സഹിക്കുന്നതാരോ അവരാണ് ഏറ്റവും കൂടുതൽ സഹായം അർഹിക്കുന്നത്. ഏറ്റവും കൂടുതൽ സഹായം അർഹിക്കുന്നതാരോ അവരെ സഹായിക്കുന്നതാണ് ഏറ്റവും വലിയ സ്നേഹപ്രവൃത്തി. അങ്ങനെയാണെങ്കിൽ ശുദ്ധീകരണാത്മാക്കൾ വലിയ സഹനത്തിലൂടെ കടന്നു പോകുന്നു, വലിയ വേദനയിലൂടെ കടന്നു പോകുന്നു എന്ന കാരണത്താൽ ശുദ്ധീകരണാത്മാക്കളെ സഹായിക്കുന്നത്, അഥവാ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരു കാരുണ്യപ്രവൃത്തിയാണ്, ഏറ്റവും വലിയ സ്നേഹപ്രവൃത്തിയാണ്. ഇനി അതിനു മേലെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ, ഒരു സ്നേഹപ്രവൃത്തി ഉണ്ടെങ്കിൽ, അത് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി നമ്മൾ നടത്തുന്ന പരിശ്രമമായിരിക്കും, അധ്വാനമായിരിക്കും, പ്രാർത്ഥനയായിരിക്കും. എന്താ കാരണം? പാപാവസ്ഥയിലായിരിക്കുന്ന ഒരു ആത്മാവ് മാരകപാപത്തിലാണ് മരിക്കുന്നതെങ്കിൽ മരിക്കുന്ന നിമിഷം തന്നെ നേരെ പോകുന്നത് നരകത്തിലേക്കാണ്. ഒരാത്മാവും നരകാഗ്നിയിൽ പോകാതിരിക്കാൻ, അഥവാ നിത്യനാശത്തിൽ പതിക്കാതിരിക്കാൻ നമ്മൾ നടത്തുന്ന പ്രാർത്ഥനയും നമ്മുടെ പരിശ്രമവും നമ്മുടെ അധ്വാനവും നമ്മുടെ കഷ്ടപ്പാടും നമ്മുടെ പ്രേക്ഷിത ശുശ്രൂഷയും ഒക്കെ ദൈവസന്നിധിയിൽ ഏറ്റവും വിലയേറിയ സ്നേഹപ്രവൃത്തിയാണ്, കാരുണ്യപ്രവൃത്തിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു കാരുണ്യപ്രവൃത്തി, സ്നേഹപ്രവൃത്തി എന്ന് പറയുന്നത് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇതുവരെ പറഞ്ഞ കാര്യത്തെ ഒറ്റ വാചകമായിട്ടൊന്ന് സംഗ്രഹിക്കുകയാണെങ്കിൽ, ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരു സ്നേഹപ്രവൃത്തിയാണ്, അഥവാ ഏറ്റവും വലിയൊരു കാരുണ്യപ്രവൃത്തിയാണ്, അഥവാ ഏറ്റവും വലിയ ഒരു ഉപവി പ്രവൃത്തിയാണ്. രണ്ടാമത്തെ കാര്യം, ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഔദാര്യമാണോ അതോ നമ്മുടെ കടമയാണോ? ഈ ചോദ്യം കേൾക്കുമ്പോൾ ഞാൻ ധ്യാനത്തിലൊക്കെ ആളുകളോട് ചോദിക്കാറുണ്ട്, ഇതൊരു ഔദാര്യമാണോ കടമയാണോ? എല്ലാവരും ആവേശത്തോടെ പറയും കടമയാണ് എന്ന്. ഞാൻ വീണ്ടും ചോദിക്കും, നല്ലപോലെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി, കാരണം അതിൻ്റെ എല്ലാ അർത്ഥവും ഉൾക്കൊള്ളണമല്ലോ. അപ്പോഴും എല്ലാവരും ആവേശത്തോടെ പറയും ഇത് കടമയാണ്. തീർച്ചയായിട്ടും കടമ തന്നെയാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം ശരിക്കും നമ്മളൊന്ന് മനസ്സിലാക്കിയെടുക്കണം. കടമ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? കടപ്പെടുത്തുന്നതെന്തോ അതാണ് കടമ. കടപ്പെടുത്തുന്നതെന്തോ അതാണ് കടമ. കടം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? കൊടുത്തു വീട്ടാനുള്ളത്. അതായത് എൻ്റെ ഒരു കടമ ഞാൻ നിറവേറ്റാതിരുന്നാൽ
അത് എനിക്ക് കടമായിട്ട് മാറും. എൻ്റെ ഒരു കടമ ഞാൻ നിറവേറ്റാതിരുന്നാൽ അത് എനിക്ക് കടമായിട്ട് മാറും. കടം എൻ്റെ ആണെങ്കിൽ പിന്നെ ആരത് വീട്ടേണ്ടി വരും? ഞാൻ തന്നെ അത് വീട്ടേണ്ടതായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്, ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് എങ്കിൽ ഈ കടമ നിറവേറ്റാതിരുന്നാൽ എന്ത് സംഭവിക്കും? അത് കടമായിട്ട് മാറും. ആർക്കാണ് കടം? ആര് പ്രാർത്ഥിക്കണമോ അയാൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ അയാൾക്കത് കടമാണ്. ഞാൻ പ്രാർത്ഥിക്കേണ്ടത് ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ കടം വരുന്നത് എനിക്കാണ്. കടം എൻ്റെ ആണെങ്കിൽ ആരത് വീട്ടേണ്ടി വരും? ഞാൻ തന്നെ അത് വീട്ടേണ്ടി വരും. അപ്പോൾ ചോദ്യം ആവർത്തിക്കുകയാണ്, ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് കടമയാണോ അതോ നമ്മുടെ ഔദാര്യമാണോ? തീർച്ചയായിട്ടും കടമ തന്നെയാണ്. അതിൻ്റെ എല്ലാ അർത്ഥവും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതിനെ മനസ്സിലാക്കണം. ഈ കടമ ഞാൻ നിറവേറ്റാതിരുന്നാൽ എനിക്കത് കടമായി മാറുകയും ഒന്നുകിൽ ഈ ഭൂമിയിൽ തന്നെ ഞാനത് പരിഹരിക്കേണ്ടതായിട്ട് വരും, ഒരുപക്ഷെ ഏതെങ്കിലും സഹനങ്ങളിലൂടെയാകാം, അല്ലെങ്കിൽ മരണാനന്തരം കൂടുതൽ ശുദ്ധീകരണ നാളുകൾ എന്നിൽ നിന്ന് കർത്താവ് ആവശ്യപ്പെടും. കാരണം ഈ കടമ ഞാൻ നിറവേറ്റാത്തത് കൊണ്ട് എനിക്കത് കടമായിട്ട് മാറി. ഞാനൊരു സംഭവം പറയാം. ഫ്ലോറൻസിലെ വിശുദ്ധ അന്തോണിയൂസ് എന്ന പേരിൽ ഒരു വിശുദ്ധനുണ്ട്. പാതുവായിൽ അന്തോണീസ് അല്ല, ഫ്ലോറൻസിലെ വിശുദ്ധ അന്തോണിയൂസ്. ആ വിശുദ്ധനെക്കുറിച്ച് നമ്മൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര പുസ്തകത്തിൽ വായിക്കുന്നൊരു സംഭവം ഇങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നല്ല സുഹൃത്ത്, ഒരു കോടീശ്വരനായ മനുഷ്യൻ, ഒരു ഒത്തിരി സമ്പത്തുള്ള മനുഷ്യനാണ്, പക്ഷെ വളരെ നന്നായി ജീവിക്കുന്ന ഒരാൾ. അദ്ദേഹം ഒത്തിരി ദാനധർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുള്ള, സഭയുടെ ഒരു വലിയ ബെനഫാക്ടർ, ഒത്തിരി കാരുണ്യ പ്രവർത്തികൾക്ക് വേണ്ടി പണം ഡൊണേറ്റ് ചെയ്തിട്ടുള്ള, സാമാന്യം ഭേദപ്പെട്ട നല്ല ക്രൈസ്തവ ജീവിതം നയിക്കുന്ന, പ്രാർത്ഥനയും കുർബാനയും മറ്റ് കൂദാശ ജീവിതവും ഒക്കെ നയിക്കുന്ന ഒരു നല്ല മനുഷ്യൻ. അയാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ബിഷപ്പ് ഇദ്ദേഹത്തിന് വേണ്ടി, ഇദ്ദേഹം സഭയുടെ ഒരു വലിയ ബെനഫാക്ടർ ആയതുകൊണ്ട് ഒത്തിരി ഉപകാരം ചെയ്തിട്ടുള്ളൊരു മനുഷ്യനായതുകൊണ്ടും ഈ മനുഷ്യന് വേണ്ടി തുടർച്ചയായിട്ട് കുറേ ദിവസങ്ങൾ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചു, ഒപ്പീസൊക്കെ ചൊല്ലി പ്രാർത്ഥനകളൊക്കെ നടത്തി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പ്രാർത്ഥന നിർത്തി. വേറൊന്നുമല്ല, അദ്ദേഹം വളരെ നന്നായി ജീവിച്ചിരുന്ന ആളാണ്. ഉറപ്പായും അദ്ദേഹത്തിൻ്റെ ആത്മാവ് സ്വർഗത്തിൽ പോയി കാണും എന്ന ഒരു പ്രതീക്ഷയോടെയാണ് പ്രാർത്ഥന നിർത്തിയത്. പക്ഷെ ഒരു ദിവസം ഈ ശുദ്ധീകരണാത്മാവ് ഈ ബിഷപ്പിൻ്റെ മുൻപിൽ, ഈ വിശുദ്ധൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടാണ്. വേദനയോടെ ചോദിക്കുകയാണ്, എന്താ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തെ? എന്താ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തെ? പ്രാർത്ഥന തുടരാത്തെ? അപ്പോൾ അത്ഭുതത്തോടുകൂടെ ഈ വിശുദ്ധൻ അദ്ദേഹത്തോട്, ഈ ശുദ്ധീകരണാത്മാവിനോട് പറയുന്നു, അല്ല, ഇത്രയൊക്കെ കാരുണ്യ പ്രവൃത്തികളും ദാനധർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുള്ള താങ്കളുടെ ആത്മാവ് എന്നിട്ടും സ്വർഗത്തിൽ പോയില്ലേ? ഇതുവരെയും സ്വർഗത്തിൽ പോയില്ലേ? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞ ഉത്തരം ഇങ്ങനെയാണ്, ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഞാൻ ഈ ഭൂമിയിൽ വെച്ച് ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളുടെയും എല്ലാ ദാനധർമ്മങ്ങളുടെയും കാരുണ്യ പ്രവൃത്തികളുടെയും ഒക്കെ ആ ഫലം അല്ലെങ്കിൽ അതിൻ്റെ മഹത്വം ആ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എനിക്ക് കിട്ടും. പക്ഷേ ഭൂമിയിലായിരുന്നപ്പോൾ ഞാൻ ചെയ്തൊരു തെറ്റുണ്ട്. പ്രവർത്തിച്ച പാപമല്ല, ഉപേക്ഷയാൽ സംഭവിച്ച പാപം. ഉപേക്ഷയാൽ സംഭവിക്കുന്ന പാപം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഉപേക്ഷയാലുള്ള പാപം എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട നന്മ ചെയ്യാതിരുന്നാൽ അതും പാപമാണ്. ഉപേക്ഷയാലുള്ള പാപം എന്നാണ് പറയുക. ഇദ്ദേഹത്തിന് സംഭവിച്ച വീഴ്ച എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുത്ത് പറയുകയാണെങ്കിൽ അദ്ദേഹം തന്നെ പറയുന്നത് ഇങ്ങനെയാണ്, ഭൂമിയിലായിരുന്ന സമയത്ത് എൻ്റെ പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന കടമ ഞാൻ നിറവേറ്റിയില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? മരിച്ച് ഞാൻ ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി ചൊല്ലിയ പ്രാർത്ഥനകൾ, നിങ്ങൾ എനിക്ക് വേണ്ടി അർപ്പിച്ച ബലികൾ, നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ, പരിഹാരങ്ങൾ, പരിത്യാഗങ്ങൾ, ഇതിൻ്റെ എല്ലാം ഫലം ആർക്ക് കിട്ടി? ആർക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണമായിരുന്നുവോ അവർക്ക് കിട്ടി. അത് എന്നിൽ നിന്ന് നേരത്തെ വേർപിരിഞ്ഞു പോയ എൻ്റെ പൂർവികർ, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിട്ടുള്ള മറ്റു വ്യക്തികൾ, അങ്ങനെയുള്ളവർക്കൊക്കെയാണ് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം കിട്ടിയത്. നിങ്ങൾ പ്രാർത്ഥിച്ചത് എനിക്ക് വേണ്ടിയാണ്, പക്ഷേ അതെനിക്ക് ഇതുവരെ ഉപകാരപ്പെട്ടിട്ടില്ല. ഇനിയും ഒരുപാട് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു, എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ഉപകാരം ഉണ്ടാകാൻ എന്ന് പറഞ്ഞ് ആ വിഷൻ, ആ ദർശനം അവിടെ അവസാനിക്കുകയാണ്. ഏതായാലും ഈ വിശുദ്ധൻ ശക്തമായിട്ട് ഈ വ്യക്തിക്ക് വേണ്ടി തുടർന്ന് പ്രാർത്ഥിച്ചു എന്ന് നമ്മൾ ചരിത്രത്തിൽ, ഈ വിശുദ്ധ അന്തോണിയൂസിൻ്റെ ജീവചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്ന് വ്യക്തമാകുന്നൊരു കാര്യം, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്ന സമയത്ത് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ പൂർവികർക്കൊക്കെ വേണ്ടി, നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുന്നില്ല എങ്കിൽ, നമ്മൾ മരിച്ച ശുദ്ധീകരണാവസ്ഥയിലേക്ക് പോകേണ്ടി വന്നാൽ നമുക്ക് വേണ്ടി മറ്റുള്ളവർ നടത്തുന്ന പ്രാർത്ഥനകളുടെ ഫലം അനേക നാളത്തേക്ക് നമുക്ക് കിട്ടാതെ വന്നേക്കാം. അങ്ങനൊരു സാധ്യത, അങ്ങനൊരു സൂചന ഈ സംഭവം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇതിന് സമാനമായൊരു സംഭവം വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറിയിൽ നമ്മൾ വായിക്കുന്നു. ഫൗസ്റ്റീനായുടെ ഡയറി നിങ്ങൾ കുറേ പേരെങ്കിലും വായിക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ധാരാളം അതിൽ നിന്നുള്ള പരാമർശങ്ങൾ കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാകും. ഫൗസ്റ്റീനയുടെ ഡയറിയിൽ പറയുന്ന സംഭവം ഇങ്ങനെയാണ്. ഒരു ദിവസം കോൺവെൻറ്റിൻ്റെ വരാന്തയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ശുദ്ധീകരണാത്മാവിനെ, ഒരു വിഷൻ ഉണ്ടാവുകയാണ്, ഒരു ശുദ്ധീകരണാത്മാവിനെ കാണാൻ. അപ്പോൾ ഫൗസ്റ്റീന ഡയറിയിൽ എഴുതി വെച്ചിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ്:
അത്യധികം വികൃതമാക്കപ്പെട്ട അവസ്ഥയിൽ ഒരു ശുദ്ധീകരണാത്മാവിനെ ഞാൻ കണ്ടുവെന്നും. വികൃതം എന്ന പദം കൊണ്ട് എന്തായിരിക്കും ഈ ഫൗസ്റ്റീന ഉദ്ദേശിച്ച് കാണുക? ഒത്തിരി ശുദ്ധീകരിക്കപ്പെടാനുണ്ടാകാം, അനേകം ഇനി ശുദ്ധീകരിക്കപ്പെടാനുണ്ടാകാം. ആ അർത്ഥത്തിലായിരിക്കാം വികൃതം എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ടാവുക. ഏതായാലും ഇവർ തമ്മിൽ സംസാരിക്കുന്നൊന്നുമില്ല. പ്രാർത്ഥന പ്രത്യേകിച്ച് ചോദിക്കുന്നതായി, വാഗൊണ്ട് ചോദിക്കുന്നതായും നമ്മൾ കാണുന്നില്ല. ഏതായാലും ആ ദർശനം അവിടെ അവസാനിക്കുന്നു, ആ വിഷൻ അവിടെ അവസാനിക്കുന്നു. പിന്നീട് ഫൗസ്റ്റീന പുണ്യവതി ഒരാഴ്ച മുടങ്ങാതെ പിന്നീടുള്ള ആ ഒരു 7 ദിവസങ്ങൾ ശക്തമായിട്ട് ഈ വ്യക്തിക്ക് വേണ്ടി, ശുദ്ധീകരണാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഫൗസ്റ്റീനയ്ക്ക് പരിചയമുള്ള ഒരാളാണ്, ആ വ്യക്തിക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ത്യാഗങ്ങളും എല്ലാ സഹനങ്ങളും സന്യാസ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒക്കെ ഈ വ്യക്തിക്ക് വേണ്ടി പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. 7 ദിവസങ്ങൾക്ക് ശേഷം ഒരിക്കൽ കൂടെ ഇതേ വിഷൻ അല്ലെങ്കിൽ ഇതേ വ്യക്തിയെ, ഈ ശുദ്ധീകരണാത്മാവിനെ ഒരിക്കൽ കൂടെ ഫൗസ്റ്റീന കാണാണ്. ഫൗസ്റ്റീനയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഫൗസ്റ്റീന ഡയറിയിൽ എഴുതി വെച്ചിരിക്കുന്ന വാക്കുകൾ എങ്ങനെയാണ്? ഒരു മാറ്റവും ഇല്ല. അപ്പോൾ അത്ഭുതത്തോടും ആശ്ചര്യത്തോടും അവിശ്വസനീയതയോടും കൂടെ ഫൗസ്റ്റീന ഈ വ്യക്തിയോട് ചോദിക്കുകയാണ്, എൻ്റെ പ്രാർത്ഥനകൾ നിനക്ക് ഉപകാരപ്പെട്ടില്ലേ? അതിനാ വ്യക്തി പറഞ്ഞ മറുപടി, നിൻ്റെ പ്രാർത്ഥനകൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു. നീ പ്രാർത്ഥിച്ചത് എനിക്ക് വേണ്ടിയാ, പക്ഷെ എനിക്കത് ഉപകാരപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് വിശുദ്ധ ഫൗസ്റ്റീനായുടെ പ്രാർത്ഥന ഈ വ്യക്തിക്ക് ഉപകാരപ്പെടാതെ പോയത്? ഫൗസ്റ്റീന ഒരാഴ്ച മുഴുവൻ ഈ വ്യക്തിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. പക്ഷേ അതൊന്നും തന്നെ, സാക്ഷാൽ വിശുദ്ധ ഫൗസ്റ്റീനയുടെ പ്രാർത്ഥന പോലും ഇതാ ഈ വ്യക്തിക്ക് ഉപകാരപ്പെടാതെ പോയി എന്ന്. എന്തുകൊണ്ട് ഉപകാരപ്പെട്ടില്ല എന്ന കാരണം, റീസൺ അവിടെ എഴുതി വച്ചിട്ടില്ല. നമുക്ക് കൃത്യമായ കാരണമൊന്നും അറിഞ്ഞുകൂടാ. ഈ വ്യക്തി അതിൻ്റെ കാരണം അവിടെ പറയുന്നുമില്ല. ഏതായാലും പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനൊരു നിഗമനത്തിൽ, ഊഹത്തിലെത്താൻ സാധിക്കും. ഈ വ്യക്തി ഭൂമിയിലായിരുന്ന സമയത്ത് തൻ്റെ പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളൊരു കടമ, അല്ലെങ്കിൽ തന്നിൽ നിന്ന് വേർപിരിഞ്ഞു പോയ പരിചയക്കാർക്കും പ്രിയപ്പെട്ടവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള കടമ ഈ വ്യക്തി ഭൂമിയിലായിരുന്നപ്പോൾ നിറവേറ്റി കാണില്ല. അതുകൊണ്ടായിരിക്കാം ഈ വ്യക്തി മരിച്ച് ശുദ്ധീകരണത്തിലായിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി ഭൂമിയിലുള്ളവർ നടത്തുന്ന പ്രാർത്ഥനയുടെ ഫലം ആ വ്യക്തിക്ക് ലഭിക്കാതെ, കുറേ നാളത്തേക്കെങ്കിലും ലഭിക്കാതെ പോയത് എന്നുള്ള ഒരു നിഗമനത്തിൽ, ഒരു ഊഹത്തിൽ നമ്മൾ എത്തിച്ചേരേണ്ടി വരുമെന്ന് കരുതുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ സംഭവം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന വലിയൊരു യാഥാർത്ഥ്യം, ഈ പറഞ്ഞ 2 സംഭവങ്ങൾ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന യാഥാർത്ഥ്യം, ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. കടമ നിറവേറ്റിയില്ലെങ്കിൽ ഇഹത്തിലും പരത്തിലും നമുക്ക് സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരാം. കാരണം ഇത് നമുക്ക് കടമുള്ളത് കൊണ്ട് തന്നെ ഈ കടം നമ്മളായിട്ട് വീട്ടേണ്ടി വരും. ഏതായാലും പല വിശുദ്ധാത്മാക്കളും സൂചിപ്പിക്കുന്നൊരു കാര്യമുണ്ട്, സഭയുടെ കൗദാശിക ജീവിതത്തിൻ്റെ യോഗ്യത അല്ലെങ്കിൽ ഫലം അനേക നാളത്തേക്ക് സ്വീകരിക്കാൻ പറ്റാതെ ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന ആത്മാക്കളുണ്ട് എന്നും. അനേക നാളത്തേക്ക് സ്വീകരിക്കാൻ സാധിക്കാതെ ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന ആത്മാക്കളുണ്ട് എന്നും. ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്, ഓരോ ദിവസവും ഭൂമിയിൽ ഒരുപാട് ബലിയർപ്പണങ്ങൾ നടക്കുന്നുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് ഒരു 4.5 ലക്ഷം കുർബാനയെങ്കിലും ഭൂമിയിൽ ഒരു ദിവസം അർപ്പിക്കപ്പെടുന്നുണ്ട്. കാരണം 4.5 ലക്ഷം പുരോഹിതർ ഭൂമിയിലുണ്ട്. ഒരു കുർബാന നിർബന്ധമായും ഒരു വൈദികൻ ഒരു ദിവസം ചൊല്ലണം. അപ്പം ഏറ്റവും മിനിമം ഒരു 4.5 ലക്ഷം കുർബാനയെങ്കിലും ഭൂമിയിൽ ഒരു ദിവസം അർപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ബലിയിലൂടെയൊക്കെ ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടം അനുഭവിക്കുന്ന ആത്മാക്കൾക്ക് ഒരുപാട് ആശ്വാസം ലഭിക്കാനും രക്ഷ പ്രാപിക്കാനും ഇടവരുന്നുണ്ട്. ഓരോ കുർബാനയിലും അനേകം ശുദ്ധീകരണാത്മാക്കൾ രക്ഷ പ്രാപിക്കുന്നുണ്ട്. എന്നാൽ പല വിശുദ്ധരും സൂചിപ്പിക്കുന്നൊരു കാര്യം ഇതാണ്, അനേക വർഷത്തേക്ക്, അനേക നാളത്തേക്ക് ചില ശുദ്ധീകരണാത്മാക്കൾക്ക് ഭൂമിയിലെ കൗദാശിക ജീവിതത്തിൻ്റെ, സഭയുടെ കൗദാശിക ജീവിതത്തിൻ്റെ ഫലം അനുഭവിക്കാൻ സാധിക്കാതെ ശുദ്ധീകരണ സ്ഥലത്ത് ആയിരിക്കുന്ന അനേകം ആത്മാക്കളുണ്ട് എന്ന്. അതിൻ്റെ ഒരു കാരണം ഒരുപക്ഷെ ഇതായിരിക്കാം, ഭൂമിയിലായിരിക്കുമ്പോൾ അവർ ഈ കടമ നിറവേറ്റാത്തതാകാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളിൽ ഒരു പ്രത്യക്ഷീകരണ സ്ഥലത്ത് പരിശുദ്ധ അമ്മ പ്രത്യേകം ആ പ്രത്യക്ഷപ്പെട്ട വ്യക്തിയോട് പറയുന്നൊരു കാര്യമുണ്ട്. ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. ആ വ്യക്തിയെക്കുറിച്ച് ഈ ദർശനം ഉണ്ടായ ആളാണ് പരിശുദ്ധ അമ്മയോട് ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുമ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച്, ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്, യുഗാന്ത്യം വരെ ഈ വ്യക്തി അവിടെ കിടക്കേണ്ടതായിട്ട് വരുമെന്ന്. യുഗാന്ത്യം വരെ, കാരണമൊന്നും പറയുന്നില്ല, യുഗാന്ത്യം വരെ ഈ വ്യക്തി അവിടെ കിടക്കേണ്ടതായിട്ട് വരുമെന്ന്. ചിലരുടെ കാര്യത്തിലെങ്കിലും അനേക നാളുകൾ ഭൂമിയിലുള്ളവരുടെ പ്രാർത്ഥനയുടെ ഫലം അനുഭവിക്കാൻ സാധിക്കാതെ കടന്നു പോകേണ്ടി വന്നേക്കാം. ഇനി അതിൻ്റെ ഒരു ന്യായം എന്താണെന്ന് നോക്കാം. എന്താണ് ഈ ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടം അനുഭവിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ, അത് നമ്മുടെ കടമയാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ന്യായം എന്താണ്, അതിൻ്റെ പുറകിലെ യുക്തി എന്താണ്? ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. അതായത് നമ്മുടെ പൂർവീകരുടെ ഭൗതിക സമ്പത്ത് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു മനുഷ്യൻ,
ആ മനുഷ്യൻ്റെ കൈവശം ഒരു 10 ലക്ഷം രൂപയുണ്ടെന്ന് കരുതുക. അയാൾ മരിക്കുമ്പോൾ ആ 10 ലക്ഷത്തിൻ്റെ അവകാശി, അയാൾക്കൊരു ഒറ്റ മകനേ ഉള്ളൂവെങ്കിൽ ആ മകനാണ് 10 ലക്ഷത്തിൻ്റെ അവകാശി. നേരെ മറിച്ച് ഇദ്ദേഹം മരിക്കുമ്പോൾ ഒരു 10 ലക്ഷം കടബാധ്യത വരുത്തി വെച്ച് മരിച്ചു എന്ന് കരുതുക. ഇനി കട ആര് വീട്ടേണ്ടി വരും? ഈ മകൻ വീട്ടേണ്ടതായിട്ട് വരും. ഇതൊരു ഭൗതിക യാഥാർത്ഥ്യമാണ്. ഇതിൻ്റെ ഒരു ആത്മീയ വശം ഒന്ന് എടുക്കാം. മാതാപിതാക്കളുടെ പുണ്യ ജീവിതം, മാതാപിതാക്കളുടെ സുഹൃത ജീവിതം, വിശുദ്ധ ജീവിതം, അതിൻ്റെ നല്ല ഫലങ്ങൾ മക്കൾ അനുഭവിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അനുഭവിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ വീഴ്ചകൾ, അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ കുറവുകൾ, പോരായ്മകൾ, അതിനെല്ലാം പരിഹാരം ചെയ്യാൻ പറ്റാതെയാണ് അവർ മരിച്ചത് എങ്കിൽ ആ കടം വീട്ടാൻ മക്കൾക്ക് ഉത്തരവാദിത്വം ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് ഒന്നുകൂടെ പറയുകയാണെങ്കിൽ, പൂർവികർക്ക് വേണ്ടി മാതാപിതാക്കളുടെ ഭൗതിക സമ്പത്തിൽ മക്കൾ അവകാശികളാകുന്നത് പോലെ മാതാപിതാക്കളുടെ ആത്മീയ സമ്പത്തിൽ മക്കൾ അവകാശികളാകുന്നു. മാതാപിതാക്കളുടെ ഭൗതിക കടങ്ങൾ വീട്ടാൻ മക്കൾക്ക് ഉത്തരവാദിത്വം ഉള്ളതുപോലെ മാതാപിതാക്കളുടെ ആത്മീയ കടങ്ങൾ വീട്ടാനും മക്കൾക്ക് ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. ഈ കടമ നിർവഹിച്ചില്ലെങ്കിൽ അത് നമുക്ക് കടമായിട്ട് മാറും. ഈ കടം നമ്മൾ ഒന്നുകിൽ ജീവിതം കൊണ്ടോ അല്ലെങ്കിൽ മരണത്തിനപ്പുറത്ത് ശുദ്ധീകരണ സ്ഥലത്ത് കൂടുതൽ നാളുകൾ ശുദ്ധീകരിക്കപ്പെടേണ്ടതായ ഒരു അവസ്ഥയോ നമുക്ക് വന്നേക്കാം. ഭൂമിയിൽ ചിലപ്പോൾ സഹനങ്ങൾ ഉണ്ടാകാം. ചില സഹനങ്ങൾ ചിലപ്പോഴെങ്കിലും ഈ ചില പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് കൗൺസിലിങ്ങിന് പോകുന്ന വ്യക്തികൾ, കൗൺസിലിംഗ് ശുശ്രൂഷ നടത്തുന്ന ആളുകൾ, വളരെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ പ്രാർത്ഥിച്ചിട്ട് ചിലപ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ഇന്ന ആളുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ കുർബാന അർപ്പിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന പ്രാർത്ഥനകളൊക്കെ ചൊല്ലണം, ഇത്ര ദിവസം പ്രാർത്ഥനകൾ നടത്തണം എന്നൊക്കെ. അപ്പം നമ്മൾ ആ രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതുവരെ ഉണ്ടായ ചില തടസ്സങ്ങൾ, ചില ബ്ലോക്കുകൾ, ചില പ്രയാസങ്ങൾ, ചില പ്രശ്നങ്ങളൊക്കെ തന്നെ മാറിപ്പോകുന്നു. ഒരുപക്ഷെ അപ്പോൾ തെറ്റിദ്ധാരണ വന്നേക്കാം, അപ്പോൾ ശുദ്ധീകരണാത്മാക്കളുടെ വല്ല ശാപം കാരണം സംഭവിച്ചതാണ്. ഇത് ശാപമൊന്നുമല്ല, മറിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളൊരു കടമ നമുക്കുണ്ടായിരുന്നു. ഈ കടമ നമ്മൾ നിറവേറ്റാതെ വന്നപ്പോൾ നമുക്കത് കടമായി മാറുകയും അത് നമ്മിൽ നിന്ന് ഭൂമിയിൽ വെച്ച് തന്നെ ഒരു സഹനം ആവശ്യപ്പെടുകയും ചെയ്തു. ആ സഹനമാണ് ജീവിതത്തിൽ ചില പ്രയാസങ്ങളായ പ്രശ്നങ്ങളായിട്ടൊക്കെ പ്രത്യക്ഷപ്പെട്ടത്. ഇതുവരെ നമ്മൾ പ്രധാനമായ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരു വലിയ സ്നേഹപ്രവൃത്തിയാണ്, ഏറ്റവും വലിയ സ്നേഹപ്രവൃത്തികളിൽ ഒന്നാണ്. രണ്ടാമത്തെ കാര്യം, ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അടുത്ത ചോദ്യം, ഇത് എങ്ങനെ പ്രാർത്ഥിക്കാം? എങ്ങനെ വേണമെങ്കിലും പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടേതായ ഒരു പ്രാർത്ഥനാ ശൈലി ഉണ്ടല്ലോ. നമ്മൾ സാധാരണ നടത്തുന്ന പ്രാർത്ഥനകളിലേക്ക് ഒരു നിയോഗം വെക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പത്തിലും ലളിതമായും ചെയ്യാവുന്ന കാര്യം. നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു, എല്ലാ ദിവസവും മുടങ്ങാതെ കുർബാനയിൽ പങ്കെടുക്കുന്നവരുണ്ടാകാം. ഇനി അതല്ലെങ്കിൽ ഞായറാഴ്ച കുർബാനയെങ്കിലും നമ്മൾ സാധാരണഗതിയിൽ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന സമയത്ത് കുർബാനയ്ക്ക് മുൻപ് ഒന്ന് മനസ്സിൽ നിയോഗം വയ്ക്കാമല്ലോ, ഈശോയെ, ശുദ്ധീകരണ സ്ഥലത്തുള്ള എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിട്ടുള്ള ആത്മാക്കളെയും ഈ ബലിയിലേക്ക് സമർപ്പിക്കുന്നു. കടപ്പെട്ടിട്ടുള്ള ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന്, നമ്മുടെ പ്രിയപ്പെട്ടവർക്കിടയിൽ നിന്ന്, പരിചയക്കാർ ഇടയിൽ നിന്നൊക്കെ മരണം മൂലം വേർപിരിഞ്ഞു പോയവർ, അവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പ്രത്യേക കടമ നമുക്കുണ്ട്. അതായത് ആരിൽ നിന്നൊക്കെ നമ്മൾ അനുഗ്രഹം സ്വീകരിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രത്യേകമായൊരു കടമ നമുക്കുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് സമർപ്പിക്കാവുന്നൊരു കാര്യം, ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യം. ഈശോയെ, ശുദ്ധീകരണ സ്ഥലത്തുള്ള എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിട്ടുള്ള ആത്മാക്കളെയും ഈ ബലിയിലേക്ക് സമർപ്പിക്കുന്നു. ഇതേ കാര്യം വിശുദ്ധ കുർബാനയ്ക്ക് മുൻപ് ചെയ്യുന്നത് പോലെ തന്നെ കുടുംബ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു മറ്റ് പ്രാർത്ഥനകൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ അനുദിന പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് നമ്മൾ പ്രാർത്ഥനകൾ ചൊല്ലാറുണ്ടെങ്കിൽ, ജപമാല ചൊല്ലുന്നു, കരുണക്കൊന്ത ചൊല്ലുന്നു, അല്ലെങ്കിൽ കുരിശിൻ്റെ വഴി നടത്തുന്നു, എന്തും ആകട്ടെ, ഒരു നിയോഗം, അവർക്ക് വേണ്ടി ഒരു നിയോഗം അതിനു മുൻപ് നമുക്ക് വെക്കാവുന്നതാണ്. ഇനി ഇത് കൂടാതെ ഓർക്കാൻ പറ്റുന്ന മുഖങ്ങളും ഓർക്കാൻ പറ്റുന്ന പേരുകളൊക്കെ ഒന്ന് ഓർത്ത് സമർപ്പിക്കാൻ പറ്റിയാൽ അത് കൂടുതൽ നല്ലതാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് മരിച്ചു പോയവർ, നമ്മൾ ജീവിച്ചിരുന്ന കാലത്ത് നമ്മളോടൊപ്പം ജീവിച്ചിരുന്ന ആളുകൾ, അങ്ങനെയുള്ളവരൊക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ പേരും മുഖമൊക്കെ നമുക്ക് ഓർക്കാമല്ലോ. ഇനി കുറച്ചുകൂടെ നന്നായി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഒരു പുസ്തകത്തിൽ അവരുടെ പേരുകളൊക്കെ ഒന്ന് കുറിച്ച് പോകാം. ആ പേരുകൾ വായിച്ച് എല്ലാ ദിവസവും മുടങ്ങാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവർക്ക് വേണ്ടി നമുക്ക് സമർപ്പിക്കാം. ഇനി ഇത് കൂടാതെ കൂടുതൽ സമയം കണ്ടെത്തി പ്രാർത്ഥിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് വലിയൊരു നന്മയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന വലിയൊരു കാര്യമാണെന്ന് ഓർക്കുക. കൂടുതലായിട്ട് അവർക്ക് വേണ്ടി ജപമാലകൾ ചൊല്ലുന്നു, കൂടുതലായിട്ട് അവർക്ക് വേണ്ടി കരുണയുടെ ജപമാല, പ്രത്യേകിച്ച് കരുണക്കൊന്തയൊക്കെ ഒത്തിരി ഇവരെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ പരിശുദ്ധ അമ്മ ഇടയക്കുഞ്ഞുങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ട സമയത്ത് ശുദ്ധീകരണാത്മാക്കളുടെ സഹനത്തെക്കുറിച്ച് വിശദീകരിച്ച് ജപമാല ചൊല്ലണമെന്ന്, അവർക്ക് വേണ്ടി ചൊല്ലണമെന്ന് പ്രത്യേകം ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ജപമാല ചൊല്ലാം. അതുപോലെ തന്നെ ജപമാലകൾക്കിടയിൽ നമ്മൾ ഓ എൻ്റെ ഈശോ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന, അത് പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിച്ച ഈ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പ്രാർത്ഥനകൾ, ജപമാലയും കരുണക്കൊന്തയൊക്കെ ചൊല്ലി നമുക്ക് ധാരാളം ആത്മാക്കളെ രക്ഷിക്കാൻ സാധിക്കും. ഇനി ശുദ്ധീകരണാത്മാക്കളുമായി ബന്ധപ്പെട്ട് ഒത്തിരി നൊവേന പ്രാർത്ഥനകളാകാം,
ദിവസത്തിൻ്റെ പ്രത്യേക പ്രാർത്ഥനകളാകാം. ധാരാളം പ്രാർത്ഥനകളുണ്ട്. ഈ വിധത്തിൽ ശുദ്ധീകരണാത്മാക്കളെ നമുക്ക് കഴിവതും സഹായിക്കാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ അനുദിന പ്രാർത്ഥനയുടെ ഭാഗമാക്കി, ഒരു പ്രധാന വിഷയമാക്കി ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമുക്ക് മാറ്റാം. കാരണം ഇത് ഏറ്റവും വലിയൊരു സ്നേഹപ്രവൃത്തിയാണ്. അതുപോലെ ഇത് നമ്മുടെ കടമയുമാണ്. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് തുടർ ആരാധനയിലേക്ക് പ്രവേശിക്കാം. ഈ ആരാധനയിൽ പ്രത്യേകമാം വിധത്തിൽ നമ്മുടെ നിയോഗങ്ങളോടൊപ്പം തന്നെ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കാൻ നമുക്ക് തയ്യാറാവാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ആരാധന 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 അങ്ങേക്കാരാധന ആരാധന 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 അങ്ങേക്കാരാധന നിന്നാത്മാവാൽ നയിക്കേണമേ ആത്മാക്കളെ നേടുവാ നിന്റെ വിശുദ്ധിയാൽ നിറക്കേണമേ നിനക്കായി ഞാൻ സാക്ഷിയാകാം യേശുവേ നീ എന്നും എന്റേതു മാത്രം യേശുവേ നീ എന്നും എന്റേതു മാത്രം ആരാധന 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 അങ്ങേക്കാരാധന ആരാധന 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 അങ്ങേക്കാരാധന ഹല്ലേലൂയാ 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 ആമേൻ ഹല്ലേലൂയാ ആമേൻ ഹല്ലേലൂയാ ആമേൻ ഹല്ലേലൂയാ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആരാധനയുടെ ഈ നിമിഷങ്ങളിൽ മരണം മൂലം നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാവരെയും പ്രത്യേകം ഓർത്ത് ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടം അനുഭവിക്കുന്ന എല്ലാ ആത്മാക്കളെയും സമർപ്പിച്ച് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ചൊല്ലിത്തരുന്ന ഓരോ പ്രാർത്ഥനകൾക്കും മറുപടിയായി കർത്താവെ ഇവരെ രക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ ഇവരെ രക്ഷിക്കണമേ. കർത്താവെ ഇവരെ രക്ഷിക്കണമേ. ശുദ്ധീകരണ സ്ഥലമായ പാറാവിൽ നിന്ന് കർത്താവെ ഇവരെ രക്ഷിക്കണമേ. നിന്റെ തിരുമനുഷ്യ അവതാരത്തെക്കുറിച്ച് കർത്താവെ ഇവരെ രക്ഷിക്കണമേ. നിന്റെ കറയില്ലാത്ത ഉത്ഭവത്തെയും പിറവിയെയും കുറിച്ച് കർത്താവെ ഇവരെ രക്ഷിക്കണമേ. നിന്റെ മധുരമായ തിരുനാമത്തെക്കുറിച്ച് കർത്താവെ ഇവരെ രക്ഷിക്കണമേ. നിന്റെ ദിവ്യ ബാല്യപ്രായത്തെക്കുറിച്ച് കർത്താവെ ഇവരെ രക്ഷിക്കണമേ. നിന്റെ ജ്ഞാനസ്നാനത്തെയും ഉപവാസത്തെയും കുറിച്ച് കർത്താവെ ഇവരെ രക്ഷിക്കണമേ. നിന്റെ എത്രയും വലിയ എളിമയെക്കുറിച്ച് കർത്താവെ ഇവരെ രക്ഷിക്കണമേ. നിന്റെ എത്രയും വലിയ ജാഗ്രതയുള്ള കീഴ്വഴക്കത്തെക്കുറിച്ച് കർത്താവെ ഇവരെ രക്ഷിക്കണമേ. നിന്റെ കൃപാധിക്യത്തെയും അളവില്ലാത്ത സ്നേഹത്തെയും കുറിച്ച് കർത്താവെ ഇവരെ രക്ഷിക്കണമേ. നിന്റെ കഠോരമായ ഉപദ്രവങ്ങളെയും ഞെരുക്കങ്ങളെയും കുറിച്ച് കർത്താവെ ഇവരെ രക്ഷിക്കണമേ. നിന്റെ ചോര വിയർപ്പിനെ കുറിച്ച് കർത്താവെ ഇവരെ രക്ഷിക്കണമേ. നിന്നെ കെട്ടിയ കെട്ടുകളെക്കുറിച്ച് കർത്താവെ ഇവരെ രക്ഷിക്കണമേ. നിന്റെ തിരുമേനിയിൽ അനുഭവിച്ച അടികളെക്കുറിച്ച് കർത്താവെ ഇവരെ രക്ഷിക്കണമേ. നിന്റെ തിരുമുൾമുടിയെക്കുറിച്ച് കർത്താവെ ഇവരെ രക്ഷിക്കണമേ. നിന്റെ തിരുസ്ലീവായെക്കുറിച്ച് കർത്താവെ ഇവരെ രക്ഷിക്കണമേ. നിന്റെ കഠിനമായ തിരുമരണത്തെക്കുറിച്ച് കർത്താവെ ഇവരെ രക്ഷിക്കണമേ. നിന്റെ 5 തിരുമുറിവുകളെക്കുറിച്ച് കർത്താവെ ഇവരെ രക്ഷിക്കണമേ. മരണത്തെ ജയിച്ച അപമാനമുള്ള കുരിശു മരണത്തെക്കുറിച്ച് കർത്താവെ ഇവരെ രക്ഷിക്കണമേ. നിന്റെ അമൂല്യ
അമൂല്യമായ തിരുരക്തത്തെക്കുറിച്ച്, കർത്താവ് ഇവരെ രക്ഷിക്കണമേ. നിന്റെ മഹിമയുള്ള ഉയർപ്പിനെക്കുറിച്ച്, കർത്താവ് ഇവരെ രക്ഷിക്കണമേ. നിന്റെ ഐശ്വര്യമായ ആരോഹണത്തെക്കുറിച്ച്, കർത്താവ് ഇവരെ രക്ഷിക്കണമേ. തണുപ്പിക്കുന്നവനായ റൂഹാദ് ഖുദിശായുടെ വരവിനെക്കുറിച്ച്, കർത്താവ് ഇവരെ രക്ഷിക്കണമേ. കരങ്ങൾ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ആദിമ ക്രൈസ്തവ സമൂഹം എപ്പോഴും കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് മാറാനാത്ത. കർത്താവെ വേഗം വരണമേ. നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവിനെ നമുക്ക് ക്ഷണിക്കാം. നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവിനെ നമുക്ക് വിളിക്കാം. എൻ്റെ സങ്കടങ്ങളിലേക്ക് കർത്താവെ നീ വേഗം വരണമേ. എൻ്റെ ദുഃഖങ്ങളിലേക്ക് കർത്താവെ നീ വേഗം വരണമേ. എൻ്റെ രോഗപീഠകളിലേക്ക് കർത്താവെ നീ വേഗം വരണമേ. എൻ്റെ ആവശ്യങ്ങളിലേക്ക്, എൻ്റെ നിയോഗങ്ങളിലേക്ക് കർത്താവെ നീ വേഗം വരണമേ. രണ്ട് കരങ്ങളും ഉയർത്തി നമുക്ക് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. കർത്താവേ നീ വേഗം വരണമേ, വേഗം വരണമേ. എൻ്റെ ജീവിത നിയോഗങ്ങളിലേക്ക് കർത്താവേ നീ വേഗം വരണമേ. എൻ്റെ സങ്കടങ്ങളിലേക്ക് കർത്താവേ നീ വേഗം വരണമേ. എൻ്റെ ദുഃഖങ്ങളിലേക്ക് കർത്താവേ നീ വേഗം വരണമേ. എൻ്റെ രോഗപീഠകളിലേക്ക് കർത്താവേ നീ വേഗം വരണമേ. യേശുവേ 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 യേശുവേ. യേശുവേ എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എന്റെ ഹൃദയത്തിനുടയോനേ, എന്റെ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ്റെ ഹൃദയത്തിൻ ഉടയോനേ, എൻ്റെ ഹൃദയത്തിൽ കവർന്നോനേ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ്റെ ഹൃദയത്തിൻ ഉടയോനേ, എൻ്റെ ഹൃദയത്തെ കവർന്നോനേ. ഓ ദൈവമായ കർത്താവേ, എൻ്റെ നിക്ഷേപം നീയാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു. എൻ്റെ ഹൃദയം നിന്നിലാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു. കരുണയുള്ള നില തമ്പുരാനെ, ഹൃദയവും മനസ്സും ആത്മാവും എന്നും നിന്നിൽ ഉറപ്പിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാൻ, ക്രമപ്പെടുത്തുവാൻ എന്നെ സഹായിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ. യേശുവേ യേശുവേ യേശുവേ. വേഗത്തിൽ വരുമേ, വേഗത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാൻ. വേഗത്തിൽ വരുമേ, വേഗത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാൻ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറാനാഥ മാറാനാഥ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറാനാഥ മാറാനാഥ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ്റെ ഹൃദയത്തിൻ ഉടയോനേ, എൻ്റെ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ്റെ ഹൃദയത്തിൻ ഉടയോനേ, എൻ്റെ ഹൃദയത്തെ കവർന്നോനേ. ഓ ദൈവമായ കർത്താവേ,
ആദിമ ക്രൈസ്തവ സമൂഹം പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. മാറാനാത്ത കർത്താവെ വേഗം വരണമേ, കർത്താവെ വേഗം വരണമേ. എൻ്റെ ജീവിതത്തിലേക്ക് നീ വേഗം കടന്നു വരണമേ. എൻ്റെ സങ്കടങ്ങളിലേക്ക്, എൻ്റെ ദുഃഖങ്ങളിലേക്ക്, എൻ്റെ ആവശ്യങ്ങളിലേക്ക്, എൻ്റെ നിയോഗങ്ങളിലേക്ക്, എൻ്റെ പ്രാർത്ഥനകളിലേക്ക് കർത്താവെ നീ വേഗം വരണമേ. എൻ്റെ രോഗപീഠകളിലേക്ക് കർത്താവെ നീ വരണമേ. എൻ്റെ തകർച്ചകളിലേക്ക്, എൻ്റെ തളർച്ചയിലേക്ക്, എൻ്റെ വീഴ്ചകളിലേക്ക് കർത്താവെ നീ വേഗം വരണമേ. എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ മാതാപിതാക്കളിലേക്ക്, സഹോദരങ്ങളിലേക്ക്, കുടുംബാംഗങ്ങളിലേക്ക്, പ്രിയപ്പെട്ടവരിലേക്ക് കർത്താവെ നീ വേഗം വരണമേ. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ഭവനത്തിൽ, എൻ്റെ സ്ഥാപനത്തിൽ എല്ലാം കർത്താവിൻ്റെ കൃപ സമൃദ്ധമായി ഒഴുകുവാൻ ഈശോയെ നീ വേഗം വരണമേ. കർത്താവെ നീ വേഗം വരണമേ. യേശുവേ, യേശുവേ, യേശുവേ. കൺകളാൽ കാണുമേ, കൺകളാൽ കാണുമേ എൻ പ്രിയ രക്ഷകനെ. കൺകളാൽ കാണുമേ, കൺകളാൽ കാണുമേ എൻ പ്രിയ രക്ഷകനെ. സുന്ദരരൂപനെ, വന്ദിതനാഥനെ, മാറാനാഥ, മാറാനാഥ. സുന്ദരരൂപനെ, വന്ദിതനാഥനെ, മാറാനാഥ, മാറാനാഥ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ്റെ ഹൃദയത്തിൻ ഉടയോനേ, എൻ്റെ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ്റെ ഹൃദയത്തിൻ ഉടയോനേ, എൻ്റെ ഹൃദയത്തെ കവർന്നോനേ. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും എന്നരുളി ചെയ്ത കർത്താവേ, സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. തുരുമ്പോ കീടങ്ങളോ നശിപ്പിക്കാത്ത, കള്ളന്മാർ അപഹരിക്കാത്ത സ്വർഗരാജ്യത്തിൽ ഞങ്ങളുടെ സൽപ്രവൃത്തികളാകുന്ന നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുവാൻ, ഞങ്ങളുടെ ദാനധർമ്മങ്ങളാകുന്ന നിക്ഷേപം കരുതി വയ്ക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ, ക്രമപ്പെടുത്തുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുവാൻ കൺമുൻപിൽ സ്വർഗം കണ്ടു ജീവിച്ച വിശുദ്ധരെ പോലെ ഞങ്ങളും കൺമുൻപിൽ സ്വർഗം കണ്ട് ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അനുഗ്രഹം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് സഹായകനായി അങ്ങ് അയച്ചു തരണമേ. വചനം ജീവിക്കാൻ, വചനം പാലിക്കാൻ, വചനം പങ്കുവെക്കാൻ, അങ്ങനെ യഥാർത്ഥ ക്രിസ്തു ശിഷ്യരായി മാറാൻ, സ്വർഗം കൺമുൻപിൽ കണ്ട് ജീവിച്ച് സ്വർഗരാജ്യം ലക്ഷ്യമാക്കി നടക്കുവാൻ ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കണമേ. യേശുവേ, യേശുവേ, യേശുവേ. ആയിരം വാക്കുകൾ മിണ്ടിയാൽ പോരയേ കാന്തനാമിന്നേശുവേ. ദിനം തോറും വേണമേ, വരുവോളം വേണമേ, മാറാനാഥ, മാറാനാഥ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ്റെ ഹൃദയത്തിൻ ഉടയോനേ, എൻ്റെ ഹൃദയത്തെ കവർന്നോനേ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരേ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,
ഇന്നുമെന്നും അങ്ങേക്കാരാധന, ഇന്നുമെന്നും അങ്ങേക്കാരാധന, ഇന്നുമെന്നും അങ്ങേക്കാരാധന.